പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി 5ാം സെമസ്റ്റർ ബികോം കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ ഇന്റർനെറ്റ് ആൻഡ് WWW എന്ന ഓപ്പൺ കോഴ്സിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷനിൽ 2020-2019 നടന്ന പൊതുപരീക്ഷാ ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി 5ാം സെമസ്റ്റർ ബികോം കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ ഓപ്പൺ കോഴ്സ് സബ്ജക്റ്റ് ആണ് ഇന്റർനെറ്റ് ആൻഡ് WWW. ഇന്ന് ഇന്റർനെറ്റ് ആൻഡ് WWW എന്ന പേപ്പറിൽ നിന്നുള്ള 2 വർഷങ്ങളുള്ള പൊതുപരീക്ഷാ ചോദ്യങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഡിസ്കഷനിൽ 1 മാർക്കിന്റെ ചോദ്യങ്ങളും 2 മാർക്കിന്റെ ചോദ്യങ്ങളുമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഒരു ഡിസ്കഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാം ചോദ്യം, വാട്ട് ഈസ് എ വെബ് സർവർ? എ വെബ് സർവർ ഈസ് എ കമ്പ്യൂട്ടർ ദാറ്റ് ഹോസ്റ്റ് വെബ്സൈറ്റ്. വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെയാണ് വെബ് സർവർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്പ്യൂട്ടർ വിച്ച് സ്റ്റോർസ് ആൻഡ് ഡെലിവേഴ്സ് ദ കണ്ടന്റ് ഓഫ് എ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റിലെ കണ്ടന്റുകൾ സ്റ്റോർ ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ നമുക്ക് വെബ് സർവർ എന്ന് വിളിക്കാം. അങ്ങനെ വെബ് പേജുകൾ ഹോസ്റ്റ് ചെയ്യുന്നു, വെബ് പേജുകൾ സ്റ്റോർ ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ വെബ് സർവർ എന്ന് വിളിക്കുന്നു. വെബ് സർവർ വെബ് പേജുകൾ സ്റ്റോർ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇത്തരം വെബ് പേജുകൾ ഡെലിവർ ചെയ്യുകയും ചെയ്യുന്നു. വെബ് സർവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലേസിനെ നമ്മൾ ഡേറ്റാ സെന്റർ എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ വെബ് പേജുകൾ വെബ് സർവറിൽ സ്റ്റോർ ചെയ്യുന്ന പ്രവർത്തനത്തെ ഹോസ്റ്റിംഗ് എന്നും വിളിക്കുന്നു. രണ്ടാം ചോദ്യം, വാട്ട് ഈസ് DNS? 1 മാർക്കിന്റെ ചോദ്യം. DNSന്റെ അബ്രിവിയേഷൻ ആണ് ഡൊമൈൻ നെയിം സിസ്റ്റം. A DNS converts domain name into IP address. നമ്മളൊക്കെ എൻ്റർ ചെയ്യുന്ന ഡൊമൈൻ നെയിം അല്ലെങ്കിൽ വെബ്സൈറ്റിന്റെ അഡ്രസ്സിനെ കറസ്പോണ്ടിങ് IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്തു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഈ DNSന്റെ സഹായത്തോടു കൂടിയാണ്. സോ DNS converts domain name into corresponding IP address. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് TCP/IP? 2 മാർക്കിന്റെ ചോദ്യം. TCP/IP stands for Transmission Control Protocol bar Internet Protocol. It is called Protocol of Internet. TCP/IP യുടെ അബ്രിവിയേഷൻ ആണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. TCP/IP is called Protocol of Internet. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് അറിയപ്പെടുന്നത് TCP/IP ആണ്. TCP/IP 2 കമ്പോണന്റ് ഉണ്ട്, TCP ഉണ്ട്, IP ഉണ്ട്. ഡേറ്റ പാക്കറ്റുകളെ ബ്രേക്ക് ചെയ്യുന്നതും റീഅസംബിൾ ചെയ്യുന്നതും TCP ആണ്. എന്നാൽ IP അഡ്രസ്സിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. So TCP is responsible for breaking and reassembling data packets and IP is responsible for addressing. It is called the Protocol of Internet. നാലാമത്തെ ചോദ്യം, what is a web page? A web page is a page created using HTML. HTML ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന പേജുകൾ. നമുക്കറിയാം HTML അബ്രിവിയേഷൻ ആണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന പേജുകളെ വെബ് പേജുകൾ എന്ന് വിളിക്കുന്നു. കളക്ഷൻ ഓഫ് വെബ് പേജ് ഈസ് കോൾഡ് വെബ്സൈറ്റ്. കളക്ഷൻ ഓഫ് വെബ് പേജുകളാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈച്ച് വെബ്സൈറ്റ് ഈസ് ഐഡന്റിഫൈഡ് ബൈ എ യൂണീക് അഡ്രസ്. ഓരോ വെബ്സൈറ്റിനെയും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഒരു യൂണീക് അഡ്രസ് യൂസ് ചെയ്യുന്നു. അത്തരം അഡ്രസ്സിനെയാണ് URL എന്ന് വിളിക്കുന്നത്. URL അബ്രിവിയേഷൻ ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അങ്ങനെ ഒരു 3-4 ടേംസുകൾ ഞാൻ പറഞ്ഞു. ഒന്ന് വെബ് പേജ്. എ ഡോക്യുമെന്റ് ക്രിയേറ്റഡ് യൂസിങ് HTML അല്ലെങ്കിൽ a page created using HTML is called web page. Collection of web page is called a website. Each website is identified by a unique address called a URL or web address. ഓരോ വെബ്സൈറ്റിനെയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഒരു അഡ്രസ് ഉണ്ട്. നമുക്കൊക്കെ ഒരു അഡ്രസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു യുണീക് ഐഡന്റിറ്റി നമ്പർ ഉണ്ട്, ആധാർ നമ്പർ പോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓരോ വെബ്സൈറ്റിനും ഒരു യുണീക് അഡ്രസ് ഉണ്ട്. അത്തരം അഡ്രസ്സിനെയാണ് നമ്മൾ URL എന്ന് വിളിക്കുന്നത്. URL അബ്രിവിയേഷൻ ആണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അല്ലെങ്കിൽ വെബ് അഡ്രസ് എന്ന് വിളിക്കും. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഈ ഒരു വെബ് അഡ്രസ്സിനെ കറസ്പോണ്ടിങ് IP അഡ്രസ്സിലോട്ട് മാറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. കാരണം കമ്പ്യൂട്ടറിലാണ് ഈ വെബ് പേജുകൾ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു കൺവേർഷൻ ചെയ്യുന്ന കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ DNS എന്ന് ഒരു സിസ്റ്റം എന്ന് വിളിക്കുന്നത്, ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് വിളിക്കുന്നു. The process of converting domain name into corresponding IP address is called a name resolution. ഡൊമൈൻ നെയിമിനെ കറസ്പോണ്ടിങ് IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രക്രിയയാണ് നെയിം റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. നെയിം റെസൊല്യൂഷൻ പെർഫോം ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ നമ്മൾ DNS എന്ന് വിളിക്കുന്നു, ഡൊമൈൻ നെയിം സിസ്റ്റം സർവർ എന്ന് വിളിക്കുന്നു. ചില പുസ്തകത്തിനകത്ത് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് കാണും, ചിലതിനകത്ത് ഡൊമൈൻ നെയിം സിസ്റ്റം സർവർ എന്ന് കാണും.
ഇനി 5ാം ചോദ്യം, വാട്ട് ഈസ് SMTP? 1 മാർക്കിന്റെ ചോദ്യം. SMTP stands for Simple Mail Transfer Protocol. It is a protocol used to send email. ഇലക്ട്രോണിക് മെയിലുകൾ എന്ന ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. പലപ്പോഴും അബ്രിവേഷൻ രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് SMTP. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് അറിയപ്പെടുന്നു. SMTPക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് പോർട്ട് 25 ആണ്. അങ്ങനെ പോർട്ട് 25 എന്ന പോർട്ടാണ്, അല്ലെങ്കിൽ പോർട്ട് നമ്പർ 25 ആണ് SMTPക്ക് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ സോഫ്റ്റ്വെയർ പോർട്ടുകളെന്നും ഹാർഡ്വെയർ പോർട്ടുകളെ രണ്ടായി ക്ലാസ്സിഫിച്ചിരിക്കുന്നു. മദർ ബോർഡിൽ ലഭ്യമായ പോർട്ടുകളെ നമ്മൾ ഹാർഡ്വെയർ പോർട്ട് എന്ന് വിളിക്കുന്നു. സർവീസുകൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് സോഫ്റ്റ്വെയർ പോർട്ട് യൂസ് ചെയ്യുന്നത്. ഓരോ പോർട്ടിനും ഓരോ നമ്പർ അസൈൻ ചെയ്തിരിക്കുന്നു. SMTPക്ക് വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന പോർട്ടാണ് പോർട്ട് നമ്പർ 25. 6ാം ചോദ്യം, വാട്ട് ഈസ് FTP? 2 മാർക്കിന്റെ ചോദ്യം. FTP സ്റ്റാൻഡ്സ് ഫോർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. വളരെ അധികം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് FTP. FTP is a protocol used to transfer files from one computer to another. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലോട്ട് ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് FTP. പ്രോട്ടോകോൾ മീൻസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന റൂൾസും റെഗുലേഷനുകളെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പ്രോട്ടോകോൾ എന്ന് പറയുന്ന മെക്കാനിസം ഉപയോഗിച്ചാണ് പലപ്പോഴും ഇന്റർനെറ്റിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നത്. FTPക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന 2 പോർട്ടാണ് പോർട്ട് 20 ആൻഡ് 21. ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയും അതുപോലെ തന്നെ രണ്ടാമത്തെ പോർട്ട് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സോ FTP സ്റ്റാൻഡ്സ് ഫോർ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇറ്റ് ഈസ് എ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിംഗ് ഫയൽസ്. 7ാം ചോദ്യം, വാട്ട് ഈസ് ടെൽനെറ്റ്? 1 മാർക്കിന്റെ ചോദ്യം. പലപ്പോഴും സ്ഥിരമായി ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ് ടെൽനെറ്റ്. ടെൽനെറ്റ് സ്റ്റാൻഡ്സ് ഫോർ ടെർമിനൽ നെറ്റ്വർക്ക്. ഇറ്റ്സ് എ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ റിമോട്ട് ലോഗിൻ. വളരെ ദൂരെ ഇരിക്കുന്ന കമ്പ്യൂട്ടറിലോട്ട് നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താണ് ലോഗിൻ ചെയ്യുന്നത്. ആ ഒരു പ്രക്രിയയെ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നു. അങ്ങനെ ലോഗിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ടെൽനെറ്റ്. ടെൽനെറ്റിന്റെ അബ്രിവേഷൻ ആണ് ടെർമിനൽ നെറ്റ്വർക്ക്. സോ ടെൽനെറ്റ് ഈസ് എ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ റിമോട്ട് ലോഗിൻ. റിമോട്ട് ലോഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ടെൽനെറ്റ്. റിമോട്ട് ലോഗിൻ എന്താന്ന് പറഞ്ഞു. വളരെ ദൂരെ ഇരിക്കുന്ന കമ്പ്യൂട്ടറിലോട്ട് നമുക്ക് ഇത്തരം ടെൽനെറ്റ് പ്രോട്ടോകോൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ കഴിയുന്നു. യൂസർ നെയിം പാസ്വേഡും കൊടുത്ത് ഒതന്റിക്കേറ്റ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് സോൾവ് ചെയ്യാനോ കഴിയുന്നു. അത്തരം ആവശ്യത്തിന് വേണ്ടിയാണ് ടെൽനെറ്റ് പോലെയുള്ള പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. സോ ടെൽനെറ്റ് സ്റ്റാൻഡ്സ് ഫോർ ടെർമിനൽ നെറ്റ്വർക്ക്. ടെൽനെറ്റിന്റെ അബ്രിവേഷൻ ആണ് ടെർമിനൽ നെറ്റ്വർക്ക്. ഇറ്റ്സ് എ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ റിമോട്ട് ലോഗിൻ. റിമോട്ട് ലോഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ടെൽനെറ്റ് എന്ന് പറയുന്നത്. നേരത്തെ പ്രോട്ടോകോൾ എന്താണെന്ന് പറഞ്ഞു. ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ. അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോളെ നമ്മൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു TCP/IP ഈസ് കോൾഡ് പ്രോട്ടോകോൾ ഓഫ് ഇന്റർനെറ്റ്. HTTP യൂസ് ചെയ്യുന്നു, HTTPS യൂസ് ചെയ്യുന്നു, SMTP യൂസ് ചെയ്യുന്നു, ടെൽനെറ്റ് യൂസ് ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഉപയോഗത്തിന് വ്യത്യസ്തമായ പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. പ്രോട്ടോകോൾ ഡെഫിനിഷൻ ഇതാണ്. ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ് പ്രോട്ടോകോൾ. കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന നിയമങ്ങൾ, അത്തരം നിയമങ്ങളെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഒരു പ്രോട്ടോകോൾ ഒരു കമ്മ്യൂണിക്കേഷന്റെ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കമ്പോണന്റ് ആണ്. ഡേറ്റയുടെ ഫോർമാറ്റ്, ടൈമിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് പ്രോട്ടോകോൾ ആണ്. സോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ് പ്രോട്ടോകോൾ. ടെൽനെറ്റ് ഈസ് എ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ റിമോട്ട് ലോഗിൻ. റിമോട്ട് ലോഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ടെൽനെറ്റ് എന്ന ടെർമിനൽ നെറ്റ്വർക്ക്. ഇനി 8ാം ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ IPv4 ആൻഡ് IPv6? 2 മാർക്കിന്റെ ചോദ്യം. IPv4ഉം IPv6ഉം തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ സിലബസിൽ വളരെയധികം പ്രാധാന്യത്തോടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം IP അഡ്രസ്സിന്റെ അബ്രിവേഷൻ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ആണ്. An IP address is a unique number assigned to every device which is connected to a network. ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായി വരുന്ന ഡിവൈസുകളെ തിരിച്ചറിയാൻ വേണ്ടി ആ ഡിവൈസിന് അസൈൻ ചെയ്തിരിക്കുന്ന യൂണീക്ക് നമ്പർ ആണ് IP അഡ്രസ്. There are 2 types of IP address. IP address 2 തരമുണ്ട്. IPv4 and v6 2 വേർഷൻസ് ഓഫ് IP അഡ്രസ് ആണ്. IPv4 സൈസ് 32 ബിറ്റും IPv6 സൈസ് എന്ന് പറയുന്നത് 128 ബിറ്റ്സുകളാണ്. ഡോട്ടഡ് റെപ്രസെന്റേഷൻ ആണ് IPv4 യൂസ് ചെയ്യുന്നത്. എന്നാൽ ഒരു ഹെക്സാഡെസിമൽ നൊട്ടേഷൻ ആണ് IPv6 യൂസ് ചെയ്യുന്നത്. IPv4 സപ്പോർട്ട്സ്
ഡോട്ടർ റെപ്രസെന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. 32 ബിറ്റ്സ് ആണ് IPv4. 1981 അത് ഡിപ്ലോയ് ചെയ്തത്. എന്നാൽ IPv6 വളരെ റീസെന്റ് ആയി യൂസ് ചെയ്ത് തുടങ്ങിയ മാത്രമേ ഉള്ളൂ. 1999 ഡിപ്ലോയ് ചെയ്തത്. 128 ബിറ്റ്സുകളാണ്. ഹെക്സാഡെസിമൽ നൊട്ടേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. IPv6 സപ്പോർട്ട്സ് എ ലാർജ് നമ്പർ ഓഫ് അഡ്രസ്സസ്. വളരെയധികം അഡ്രസ്സുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു IP വേർഷൻ ആണ് IPv6. നേരത്തെ പറഞ്ഞു IP അഡ്രസ് സ്റ്റാൻഡ്സ് ഫോർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. ഇറ്റ് ഈസ് ദ യൂണിക് നമ്പർ അസൈൻഡ് ടു എവറി ഡിവൈസ് വിച്ച് ഈസ് കണക്റ്റഡ് ടു എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് IP അഡ്രസ് യൂസ് ചെയ്യുന്നത്. IP അഡ്രസിനെ കുറിച്ച് പറഞ്ഞു, there are two types of IP address, IPv4 and V6. V4 എന്ന് പറഞ്ഞാൽ വേർഷൻ 4, V6 എന്ന് പറഞ്ഞാൽ വേർഷൻ 6. അങ്ങനെ IPv4 സൈസ് 32 ബിറ്റും IPv6 സൈസ് 128 ബിറ്റ്സുകളുമാണ്. 9ാമത്തെ ചോദ്യം, വാട്ട് ഈസ് വെബ് ക്രോളിംഗ്? 2 മാർക്കിന്റെ ചോദ്യം. പലപ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് വെബ് ക്രോളിംഗ്. വെബ് ക്രോളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻഡെക്സിംഗ്. ഇൻഡെക്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ് വെബ് ക്രോളിംഗിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പലപ്പോഴും സെർച്ച് എഞ്ചിൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് വെബ് ക്രോളിംഗിനെ കുറിച്ച് പഠിക്കാറുണ്ട്. വെബ് ക്രോളിംഗ് ഈസ് ഓൾസോ കോൾഡ് ഇൻഡെക്സിംഗ്. ഇറ്റ് ഈസ് എ പ്രോസസ് യൂസ്ഡ് ടു ഇൻഡെക്സ് ദ ഇൻഫർമേഷൻ ഓൺ എ വെബ് പേജ്. ഒരു വെബ് പേജിലെ ഇൻഫർമേഷനെ ഇൻഡെക്സ് ചെയ്യുന്ന പ്രക്രിയ നമ്മൾ റോബോട്ട് അല്ലെങ്കിൽ സ്പൈഡർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് പലപ്പോഴും നമ്മുടെ സെർച്ചിങ് പ്രക്രിയ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെ വെബ്സൈറ്റുകളെ ഇൻഫർമേഷൻ ക്രൗഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെബ്സൈറ്റിലെ ഇൻഫർമേഷനെ നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നു. ആ ഇൻഡെക്സിംഗ് പ്രക്രിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് വെബ് ക്രോളിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പ്രക്രിയയാണ് വെബ് ക്രോളിംഗ് എന്ന് പറയുന്നത്. ബോട്ട് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇത്തരം ഇൻഡെക്സിംഗ് പ്രക്രിയ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിന്റെ ഫംഗ്ഷൻ ആണ് വെബ് ക്രോളിംഗ്. 10ാം ചോദ്യം, വാട്ട് ഈസ് ഗോഫർ? 1 മാർക്കിന്റെ ചോദ്യം. ഗോഫർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ യൂസ്ഡ് ഫോർ സെർച്ചിങ് ആൻഡ് റിട്രീവിംഗ് ഇൻഫർമേഷൻ. ഇന്റർനെറ്റിലെ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ് ഗോഫർ എന്ന് പറയുന്നത്. സോ ഗോഫർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ വിച്ച് ഈസ് ഡിസൈൻഡ് ഫോർ സെർച്ചിങ് ആൻഡ് റിട്രീവിംഗ് ഡോക്യുമെന്റ്സ് ഇൻ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലെ ഡോക്യുമെന്റുകൾ സെർച്ച് ചെയ്ത് ആവശ്യമുള്ള ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ ആണ് ഗോഫർ. സോ ഗോഫർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ used for searching and retrieving documents in the internet.